കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളറിയോ എത്രയോ കുട്ടികൾ കരയുന്നത് അതിന്റെ പേരിലാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാകും? വലിയ വീടുണ്ടാകും, വലിയ എന്താ പറയുക റൂമുകൾ ഉണ്ടാകും, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ വാപ്പയും ഉമ്മയും നല്ല ടേംസിലല്ല. അവർ തമ്മിൽ എന്തോ ഒരു ശീതസമരം, കോൾഡ് വാർ എന്നാണ് അതിന് പറയാം. പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല, പക്ഷേ ഉമ്മയുപ്പയും ഉണ്ടാതെ നടക്കുന്നു. ചില സമയത്ത് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്ന് കാണുന്നു, അതിനിടയ്ക്ക് ചിലപ്പോൾ വഴക്ക് കൂടുന്നു. അത് മക്കൾ സ്തംഭിച്ചിട്ട് നോക്കി നിൽക്കുന്നു. ഈ കുട്ടി പിന്നെ എങ്ങോട്ട് വളരാനാണ്? ഏത് ലോകത്തേക്ക് ഉയരാനാണ്? നേരെ മറിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ദിവസത്തിൽ ഏകദേശം എല്ലാ ദിവസവും വാപ്പ ചപ്പാത്തി കഷ്ണം എടുത്തിട്ട് ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു രംഗം നമ്മുടെ മക്കൾ കണ്ടിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു എന്റെ ഉമ്മയും ഉപ്പയും വല്ലാത്തൊരു സ്നേഹത്തിലാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിസ്കാരക്കായി, പക്ഷേ ചില സമയത്ത് നമുക്കൊന്ന് ജമാഅത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാം, പോണം 5 വക്തും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. ചിലപ്പോ ഉറക്കത്തിൽ പെട്ടുപോയി, ഒറ്റക്ക് നിസ്കരിക്കല്ലേ, ഭാര്യ മക്കളോട് പറ നമുക്കൊന്നിച്ച് നിസ്കരിക്കാം. എന്നിട്ട് പറ്റുമെങ്കിൽ ചെറിയ മക്കളെ പിടിച്ചിട്ട് ഇമാമത്ത് നിർത്ത്. കാരണം എന്തിനാണെന്നറിയോ? ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ. എന്നും വാപ്പ ഇമാമത്തിക്കല്ലേ, നമ്മളാ പഠിച്ചാളെന്നും വിചാരിച്ച് നിൽക്കല്ലേ. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ ഇമാമത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകും. ഇതൊക്കെ ദൈവത്തിന്റെ ചില ഹിക്മത്തുകളാണ്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. കോട്ടക്കൽ ഒരു പള്ളിയിലേക്ക് കയറിയതാണ്. ഞാൻ യാത്രയിലായതുകൊണ്ട് ജമാഅത്ത് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ കയറിയപ്പോഴേക്ക് ജമാഅത്തൊക്കെ പിരിഞ്ഞു പോയി. മീൻസ് എല്ലാ നിസ്കാരം കഴിഞ്ഞ ആളുകൾ പോയിട്ടുണ്ട്. ളുഹർ നിസ്കാരം, അസർ നിസ്കാരം, അങ്ങനെ എന്തോ ആണ്. ആ സമയത്ത് ഹിപ്പി ചെയ്തിട്ട് ആകെ മുടിയൊക്കെ കണ്ട് നീട്ടി എങ്ങനെയൊക്കെയോ പാൻറിട്ട് ആകെപ്പാട് അവനെങ്ങനെ കണ്ടാൽ അവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല. ശരീഅത്തിന്റെ വിധി അനുസരിച്ച് നിസ്കരിക്കാൻ പറ്റൂല. പക്ഷേ ദീനിൽ ദഅവത്തിന്റെ ഒരു രീതി വേറെയാണ്, ഇബാദത്തിന്റെ രീതി വേറെയാണ്. ഫത്വകൾ പഠിച്ചിട്ടുള്ള ഉസ്താദുമാർക്കറിയാം, ഒരു ദാഴിക്ക് മദ്യഷാപ്പിന്റെ അരികിൽ പോകാവുന്നതാണ്. അവിടെ വെച്ചിട്ടും അവൻ ദഅവത്ത് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരു ആബിദിന് മദ്യശാലയിലേക്ക് പോകാൻ പറ്റൂല. കാരണം അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമല്ല, അത് ദഅവത്തിന്റെ കേന്ദ്രമാണ്. മനസ്സിലായോ? അവിടെയുള്ള മോശപ്പെട്ട ആളുകളെയും ദഅവത്ത് ചെയ്ത് മാറ്റേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പയ്യനെ ഞാനൊന്ന് തോണ്ടലല്ല അതിന്റെ രീതി. പക്ഷെ എനിക്കത് അറിയില്ല എന്ന് വിചാരിച്ചു. തോണ്ടാൻ പറ്റൂല കേട്ടോ, പഠിച്ചവർക്കറിയാം. നമ്മൾ വന്നിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ കാലിന്റെ ഇതിന്റെ ഇങ്ങനെ നിൽക്കലാണ്. അപ്പൊ ആള് മനസ്സിലാക്കണ ആള് ബാക്കിലുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളാകെ തെറ്റിപ്പോവും. അതുകൊണ്ട് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി ഞാനും തോണ്ടിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവന്റെ നിസ്കാരം ആകെപ്പാട് തരം സ്പീഡുള്ളതൊക്കെ ആയി. കാരണം അവന് ഇമാമത്തൊന്നും ശീലയില്ല. അങ്ങനെ അവൻ പിന്നെ ബാക്കി രണ്ടും കൂടി നിസ്കരിക്കേണ്ടി വന്നു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ 2 കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ 2 കൂടി നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവൻ എന്നെ കാത്തു നിൽക്കുകയാണ്. ഈ ഒരു തരം മുടിയെല്ലാം ചപ്രാച്ചിയായി വെട്ടി, പാൻറെല്ലാം ഇറക്കി പിടിച്ച്, ശരിക്കൊന്ന് റുക്കോ ചെയ്താൽ പല ഭാഗങ്ങളും കാണുന്ന ആ കോലമുള്ള പയ്യൻ, ആ പയ്യൻ എന്നെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചോന്ന്. ഞാൻ പറഞ്ഞു, ഞാനെന്താ എന്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? സാറേ, ഞാൻ ആദ്യമായിട്ട് വരികയാണ്, എന്റെ പിന്നിൽ ഇന്നേ വരെ ജീവിതത്തിൽ ആരും നിസ്കരിച്ചിട്ടില്ല, ഇന്നേ വരെ. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ആ പള്ളിയിൽ ഇപ്പോ ഈ ചപ്രാച്ചി മുടിയില്ലാതെ, ഈ പാൻറില്ലാതെ നല്ല രീതിയിൽ വരുന്ന, എന്നും 5 വക്ത് വന്ന് നിസ്കരിക്കുന്ന ഒരു മോനായി ആ കുട്ടി മാറി എന്നതാണ് ആ ഒരൊറ്റ ഇമാമത്തിന്റെ ഉത്തരവാദിത്വം. നമ്മൾ കുട്ടികൾ അങ്ങനെ ഡീൽ ചെയ്യണം. ഞാൻ ഡീൽ ചെയ്ത കഥ പറയല്ല, സൈക്കോളജിയുടെ ചില എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. നമ്മുടെ മോന് ചിലപ്പോ ഒന്ന് മുടിയൊക്കെ എങ്ങനെയെങ്കിലും വെട്ടിവരും, അഥവാ ഫുട്ബോളിന്റെ പേരിൽ. ഈ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ പേരിൽ അവൻ ആകെ ശകാരിച്ച് പ്രശ്നങ്ങളാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നെയും ചീത്ത പറഞ്ഞ് അങ്ങനെ നടക്കല്ലേ. പകരം സ്നേഹത്തോടെ ചേർത്തിട്ട്, മോനെ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു കുസൃതി വന്നാൽ ആ കുസൃതിയുടെ പേരിൽ അടിക്കല്ലേ. ആ കുട്ടിയെ ചാരത്ത് ചേർത്തിട്ട് കഥ പോലെ പറഞ്ഞു കൊടുക്കും. എപ്പോഴും ചാരത്ത് ചേർക്കുന്നവരെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അത് ഉമ്മയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഇന്ന് ഉമ്മമാർക്ക് അതിനൊന്നും നേരമില്ല. കാരണം സ്കൂൾ വിട്ടു വരുമ്പോൾ ഉമ്മമാര് ഫുള്ള് തോണ്ടിയിരിപ്പാണ്. ഉമ്മ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലും, ഉമ്മ ഫുള്ള് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയാണ്. പിന്നെ കുട്ടിയെ നോക്കാൻ എവിടെ നേരം? ഞാൻ ചില സമയത്ത് സൂചിപ്പിക്കാൻ, ഞങ്ങളൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ, ആ കാലല്ലേ നിങ്ങൾ പറയരുത്, ഓടി വരുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മ ചായയും അപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കാൻ വേണ്ടിട്ട് ഓടി വരവുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോഴേക്ക് കൈ പിടിച്ചോട്ട് ഇങ്ങനെ അണഞ്ഞു ചേർക്കുന്ന ഒരു ഉമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ വളർന്നു.
ഇന്ന് കുട്ടികൾ വരുന്നത് ഉമ്മമാർ അറിയുന്നില്ല, ബാഗ് വെക്കുന്നത് അറിയുന്നില്ല, പോയിട്ട് TV തുറന്നത് അറിയുന്നില്ല, ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം കഴിക്കുന്നത് അറിയുന്നില്ല. ഉമ്മ അപ്പോഴൊക്കെ എന്തെങ്കിലും വന്നിട്ട് ഉമ്മ അതെവിടെ ഇവിടുന്ന് വിളിച്ചു പറയാണ്, അവിടെ എടുത്തോ അവിടെ എടുത്തോ ഇവിടെ എടുത്തോ. മക്കളെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കാൻ നമ്മൾ കഴിയണം. അപ്പോഴേ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. അപ്പോഴേ എല്ലാ കാര്യങ്ങളും നമുക്കനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മൾ പോകാം. വളരെ ഷോർട്ടാക്കി പറഞ്ഞാൽ ഈ പറയുന്ന ദഅവത്ത്, ഞാൻ 4 ടോപ്പിക്കാണ് നിങ്ങളോട് പറഞ്ഞേ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ദഅവത്ത് നമ്മുടെ മക്കളെ പീക്ക് ലൈനിൽ പ്രബോധകരാക്കി മാറ്റുക. പറ്റുമെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി ലോക സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഉച്ചസ്ഥരായിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുക. ലോകത്തിലെ എല്ലാ മതക്കാരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണെന്ന് പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ വർത്തിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക. എന്നാൽ അതേ മകൻ തന്നെ രാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവോട് അങ്ങേയറ്റത്തെ പ്രാർത്ഥനയിൽ കഴിയുന്ന മോളാക്കി ആ കുട്ടിയെ വളർത്തുക. ഇതെല്ലാം ഒരാൾ തന്നെയായിരിക്കണം. നമ്മളെ കുട്ടികൾ ഇനി ഡോക്ടറാണെന്ന് വിചാരിച്ചോ, നമ്മുടെ കുട്ടികൾ ഇനി എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചോ. ഞാനൊരു ഉദാഹരണം പറയാം. നബാത്തി ഖുതുബയാണ് സാധാരണ നമ്മുടെ ഇതിലൊക്കെ ഓതാറുള്ളത്. നബാത്തി ഖുതുബ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പണ്ട് കാലത്ത് നടന്ന ഖുതുബയുടെ ഏടുകളാണ്. വളരെ പക്വമായ നല്ല, പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ലാത്ത നല്ല ഖുതുബകളാണ്. ഖുതുബകളുടെ സാഹിത്യം കുറച്ച് കൂടുതലാണ്, അതിന് അദബിയാത്ത് വളരെ ശക്തമാണ്. ആ കിതാബും ഇല്ലാന്ന് വെച്ചോ, അവിടെ ആ കിതാബ് അവിടെ ഇല്ല. ഉസ്താദ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു നോക്കി, ഉസ്താദ് വീട്ടിൽ പോയതാണ്, ഏതോ നാട്ടിൽ പോയതാണ്. അവിടുന്ന് വരുമ്പോ ഈ കിതാബും കൊണ്ട് വരുമ്പോ പെട്ടെന്ന് എന്തോ പറ്റിപ്പോയി ആശുപത്രിയിലായി. ആ സമയത്ത് പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോ അന്ന് ഖുതുബ ഓതണം, ഇമാമത്ത് നിൽക്കണം. പള്ളി വെള്ളിയാഴ്ചയാണ്. ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് ആശുപത്രിയാണ്. ഉദാഹരണം പറയാണ്. ആരുണ്ട് എന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോ, ആരുണ്ട് എന്ന് സെക്രട്ടറി ചോദിക്കുമ്പോ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടെ ഒരു ഉസ്താദുമാരും വേറല്ല എന്ന് വിചാരിച്ചോ. നമ്മുടെ മകൻ കയറണം, എന്നിട്ട് കിതാബില്ലാതെ അറബിയിൽ സുന്ദരമായി 2 ഖുതുബകൾ നടത്തണം. അതിനുശേഷം അവൻ ഇമാമത്ത് നിൽക്കണം. ഡോക്ടറായ മകൻ, എഞ്ചിനീയറായ മകൻ, ചിലപ്പോൾ കലക്ടറായ മകൻ, അങ്ങനെ രണ്ടും കൂടി പഠിപ്പിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തണം. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണത് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നിങ്ങൾ തുടങ്ങി വെച്ചു. നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മക്കളിൽ ഒരാളെങ്കിലും ഹാഫിളായിട്ട് വേണമെന്ന്. അപ്പൊ എത്ര ഹാഫിളുകൾ ഉണ്ടാവും ഇവിടെ? എല്ലാരും ഹാഫിളാക്കണം, ആലിമാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് വേണ്ടത്. ഒരാളെയെങ്കിലും അല്ലാഹുവേ എനിക്ക് തന്ന മക്കളിൽ ഒരാളെയെങ്കിലും എനിക്ക് ഹാഫിളാക്കണമെന്ന് നിയ്യത്ത് വെക്കുമ്പോ നമ്മുടെ കുട്ടിയിൽ ഒരാളുണ്ടാകും. അതെന്തിനാണെന്നറിയോ? നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു ദിവസം വരും. അതധികം ദൂരത്തൊന്നും ആവില്ല ചിലപ്പോ. ആ സമയത്ത് നമ്മുടെ ഡോക്ടറും എഞ്ചിനീയറും മാനേജറും ഒക്കെ ആയിട്ടുള്ള മക്കളുണ്ടാകും. പക്ഷെ അവരെല്ലാരും കൂടി തള്ളി നിർത്തിയിട്ട് മോനെ നീ നിൽക്കണമെന്ന് പറഞ്ഞ് അവസാനമായി തന്റെ പിതാവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് കൈകൾ ഓങ്ങിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ ഹാഫിളായ മോനാണ്, നമ്മുടെ ആലിമായ മോനാണ്. മറ്റാർക്കും അതിന് കഴിയില്ലെങ്കിൽ പോലും അങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കേണ്ടത്. കരഞ്ഞുകൊണ്ടെന്ന് മയ്യത്തിന് നിസ്കരിക്കുന്ന ഒരു മോനാക്കി നമ്മുടെ മക്കളെ വളർത്തണം. ഒരു കുട്ടിയെങ്കിലും നമ്മൾ ഹാഫിളാക്കാൻ വേണ്ടി തീരുമാനിക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കണം. ഇനി ചിലപ്പോൾ മെമ്മറി, ഹിഫ്ളിന് വേണ്ട മെമ്മറി വേറെയാണ്, ആലിം കോഴ്സിന് വേറെ മെമ്മറി വേറെയാണ്. ചിലർക്ക് ചിലപ്പോൾ ഹാഫിളാകാൻ കഴിയില്ല, ആലിമാകാൻ കഴിയും. ചിലർക്ക് ആലിമാകാൻ കഴിയില്ല, ഹാഫിളാകാൻ കഴിയും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരു പണ്ഡിതനായി മാറണം. അത് കേവലം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണ്ഡിതനല്ല, അത്ര ഫസീഹായ തഹ്ഖീഖ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് മുത്താല ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുന്ന സുന്ദരമായ ഒരു മോനാക്കി നമ്മുടെ മക്കളെ വളർത്തണം. പെണ്ണാകട്ടെ ആണാകട്ടെ, ഒരു കുട്ടിയെങ്കിലും. അതിനാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ചരിത്രപ്രകാരം ഇറാഖിൽ നിന്ന് പണ്ടോ എങ്ങോ വന്നിട്ടുള്ള ഒരു വലിയ കൂഫയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മഹാരഥന്റെ പേരിൽ നിങ്ങൾ ഇത് തുടങ്ങുമ്പോ ഒരു മകനെയെങ്കിലും നമ്മൾ അങ്ങനെയാക്കണമെന്ന് നിയ്യത്ത് വെക്കണം. ഇപ്പുറത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ തുടങ്ങുമ്പോ അവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മോളായി നമ്മുടെ പെൺമക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അപാര സിദ്ധിയുള്ളവരാണ്, അപാര കഴിവുള്ളവരാണ്. അവരെ കെട്ടിച്ചയക്കുമ്പോ വരെ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, നമ്മളായിട്ട് തെരഞ്ഞെടുത്ത ഒരാള് ആളുടെ കപ്പാസിറ്റി എന്താണ്, അയാളുടെ ഇതെന്താണ് എന്ന് നോക്കാതെ കേവലം വാപ്പാക്ക് എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര പറമ്പുണ്ടെന്ന് നോക്കിയിട്ട് നമ്മളെ മക്കളെ കെട്ടിക്കല്ലേ. അവളെ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ വ്യക്തിത്വം എന്തെന്ന് പഠിക്കുക. കെട്ടാൻ പോകുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ വ്യക്തിത്വം അത് പ്രധാനമാണ്, അവന്റെ സ്വഭാവം പ്രധാനമാണ്.
അവന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവന്റെ ഐഡന്റിറ്റി, അവന്റെ പേഴ്സണാലിറ്റി, അത് പ്രധാനമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയൊന്ന് നോക്കണം. ദയവ് ചെയ്ത് പെണ്ണ് കാണാൻ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കല്യാണം കഴിക്കുന്നു 1 മാസം കൊണ്ട് പിരിയുന്നു, കല്യാണം കഴിക്കുന്നു 2 മാസം കൊണ്ട് പിരിയുന്നു. ഇത് ഒരു ദിവസം ചുരുങ്ങിയത് 100 ആളുകളിൽ നിന്നെങ്കിലും കേൾക്കുന്ന ഒരു ചെറിയ മനുഷ്യന്റെ പേരാണ് എന്റെ പേരെന്ന് നിങ്ങൾ വിചാരിച്ചോ. 100 ആളുകളെങ്കിലും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഫോൺ കോൾ ആയിട്ടും അല്ലാതെയും മയക്കുന്നുണ്ട്. എന്റെ മോള് തലാക്കിലാണ്, എന്റെ മോൾ അതാണ്, എന്റെ മോൾ ഇതാണ്. ഇപ്പൊ അതിന്റെ പെരുപ്പ് കൂടിക്കൂടി വരികയാണ്. ചില കുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന തോന്നലാണ്. കാരണം മറ്റുള്ളവരുടെ കഥ കേട്ട് കേട്ട് കല്യാണം പോലും വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണവും കുറവല്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരു പയ്യൻ കാണാൻ വന്നാൽ, ചിലപ്പോൾ അതാരും പറയാത്തതാകാൻ കറന്നുകൂടാ, പറയാൻ വന്നാൽ ആ കുട്ടിയോട് എല്ലാവരും കൂടിയിട്ട് ചോദിക്കരുത്, നിനക്ക് പറ്റിയോ, നിനക്ക് പറ്റിയോ? അമ്മായി എവിടുന്ന് വയ്ക്കുക, അളാമ്മ എവിടുന്ന് വയ്ക്കുക, മൂത്തമ്മ എവിടുന്ന് വയ്ക്കുക, അമ്മ എവിടുന്ന് വയ്ക്കുക. പ്രഷറിൽ കുട്ടി പറയും പറ്റിയെന്നറിയും. ദയവ് ചെയ്ത് കൂട്ടത്തിൽ വെച്ച് ചോദിക്കല്ലേ. ആ കൂട്ടത്തിൽ അത്യാവശ്യം ഒരു കൗൺസിലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാൾ ഒറ്റക്ക് കൊണ്ടുപോയിട്ട്, അമ്മായി ആകട്ടെ അമ്മാവനാകട്ടെ ആരും ആകട്ടെ, മഹറമായ ഒരാൾ കൊണ്ടുപോയിട്ട് ചോദിക്കണം, മോളെ നിനക്ക് പറ്റിയോ, അവന്റെ ഫേസ് കട്ട് നിനക്ക് പറ്റിയോ, അവന്റെ വർത്തമാനം നിനക്ക് പറ്റിയോ? 100% പെൺകുട്ടിക്ക് പറ്റിയാലല്ലാതെ ഒരിക്കലും ഒരു ആൺകുട്ടിയെ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. 100% പെൺകുട്ടിക്ക് പറ്റണം, 100% ആൺകുട്ടിക്കും പറ്റണം. ഇത് ജീവിതമാണ്. ചില ആൾക്കാരെ വിളിച്ചു പറയും, സാറേ എന്താ ചെയ്യാ, ഞങ്ങൾ എല്ലാരോടും എന്ത് പറഞ്ഞു? മിഠായി കൊടുക്കല് പറഞ്ഞു. എന്ത് മിഠായി കൊടുക്കല്? നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇപ്പൊ മിഠായി കൊടുക്കാന്നും പറഞ്ഞാണ് നിങ്ങൾ കാണിക്കുന്ന പ്രഹസനമുണ്ടല്ലോ, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഷോപ്പ് തുടങ്ങാനുള്ള മിഠായും കൊണ്ടാ പോവുക. ഇപ്പത്തെ ഒരു ചടഞ്ഞൊരു രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്ന എല്ലാവരും മിഠായി പൊതിയിട്ട് വരും. എന്നിട്ട് ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മായിയും കൊണ്ടുവരണം, മെളാമയും കൊണ്ടുവരണം, മെളാമാനെ കെട്ടിച്ച മോളും കൊണ്ടുവരണം. ഇതൊരു വല്ലാത്തൊരു ഇടങ്ങേറ്. എന്നിട്ട് 150 ആള് പോകണമെങ്കിൽ 150 കൊട്ട മിഠായി. എവിടുന്ന് കിട്ടി നമുക്കിതെല്ലാം? ഞാനതിന് വിമർശിക്കല്ല, നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എവിടുന്ന് കിട്ടി നമുക്കിതെല്ലാം? മിഠായി കൊണ്ടുപോകലാണ് ഇതൊക്കെ. ഞാൻ മിഠായി കടക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ കേട്ടോ. ഞാൻ ഈ പ്രസംഗം വേറെ പ്രസംഗിച്ച് ഇതേപോലെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ മിഠായിനെ പൊളിക്കരുത് കേട്ടോ. പക്ഷെ എവിടുന്ന് കിട്ടി നമുക്ക് ഈ സംസ്കാരം? എന്നിട്ട് മൊബൈൽ കൊണ്ടുപോയി കൊടുക്കുക. വിവാഹത്തിന് മുമ്പേ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവില്ല, നിക്കാഹ് 1 കൊല്ലം കഴിഞ്ഞിട്ട്, എന്നിട്ട് മൊബൈലും കൊടുത്തിട്ട് പോരുക. എത്രയോ കേസുകൾ. എന്നിട്ട് അവര് കറങ്ങാൻ പോവുക. കല്യാണം നിശ്ചയിച്ചാൽ കറങ്ങാൻ പോവാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നിക്കാഹ് തന്നെ കഴിയണം. ഇതിന് ഓരോന്നിനും ഓരോ രീതികളില്ലേ. ഹൈന്ദവരായ വിവാഹം കഴിക്കുന്ന ആൾക്കാർ ബൊക്കയും മാലയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് താലി കെട്ടാനാണെങ്കിൽ ആ താലി കെട്ടാൻ അവർ മുഹൂർത്തം 11:30 തീരുമാനിച്ചതെങ്കിൽ 11:30 താലി കെട്ടുള്ളൂ. അത് അവരുടെ ആചാരമാണ്, അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇതേപോലെ നമുക്ക് ചില ഇതുണ്ട്, ഓരോ രീതികളുണ്ട്. നമ്മൾ JCBയിൽ പുതിയാപ്പള പോവുക, അതേമാതിരി തന്നെ പെൺകുട്ടിയെ അവിടെ ഇറക്കിയിട്ട് ടൗണിലൂടെ ഡാൻസ് കളിച്ച് പോവുക. ഇതെവിടുന്ന് കിട്ടി? ഒരു പാവം പിതാവെന്ന് നിന്നിട്ട് കരയാണ്, ഒരു പാവം മാതാവെന്ന് നിന്നിട്ട് കരയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഒരു ദിവസത്തിൽ അവരെല്ലാവരും കരയാണ്. എനിക്കറിയാം, എനിക്കൊരു മോളുണ്ട്. ആ മോളെ കെട്ടിക്കുന്ന ദിവസത്തിൽ അവളെ വഴിയിൽ ഇറക്കിയിട്ട് അവന്റെ കൂട്ടുകാരും എല്ലാരും കൂടി ഡാൻസ് ആടിയിട്ട് മനുഷ്യനെ മുഴുവനും അപായപ്പെടുത്തി നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുമ്പോ ഒരു പിതാവിനൊരു ഏങ്ങലടിച്ചൊരു കരച്ചിലുണ്ട്. അള്ളാഹുവിന്റെ അർശ് പോലും കിടുങ്ങുന്ന കരച്ചിൽ. അന്നത്തെ ദിവസമെങ്കിലും സുന്ദരമായ ജീവിതം അവർക്ക് കൊടുക്കും, സുന്ദരമായ ജീവിതം. ഞാൻ പറയും, ഇതൊക്കെ ഒരു തരം ലവബിളാണ്, സ്നേഹത്തോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. ഓരോ ടച്ചിങ്ങിനെ പോലും, ഓരോ സ്പർശനത്തിനെ പോലും ഒരു സ്നേഹമുണ്ട്. കല്യാണത്തിന്റെ ദിവസത്തിലെ ഫോട്ടോ സെഷൻ ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ നിങ്ങളുടെ ഉദ്യമം ചെയ്യാണ്, നിങ്ങളെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യം തന്നെ കുട്ടിയുടെ കവളത്തുനിന്നുള്ളത് ക്യാമറക്കാരൻ പറയുന്നു, ആദ്യം തന്നെ കുട്ടിയുടെ നെറ്റത്തുമ്മ കൊടുക്കേണ്ടത് ക്യാമറക്കാരൻ പറയുന്നു. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞങ്ങളെ പഠിപ്പിക്കാൻ. ഞാൻ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സിനിമാക്കാരെ പരിപാടിയൊന്നുമല്ല, മമ്മൂട്ടി ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ 10-200 ആൾക്കാരുടെ ഒരു പരിപാടി. അതിൽ സിനിമാ ഫീൽഡിൽ അതിമനോഹരമായ ഒരാളായിരുന്നു ക്യാമറക്കാരൻ, വേണുവിന്റെ ക്യാമറ പോലെ. അയാൾ ഒരാളെയും തിരിച്ചു നിർത്തിയില്ല, ഒരാളോട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞില്ല. ആ സംഭവത്തിന് അങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈവ് ഫോട്ടോ സെഷൻ.
മമ്മൂട്ടി മുഖ്യമന്ത്രിയും കൂടി എപ്പോഴും വർത്താനം പറഞ്ഞു, സ്റ്റേജിൽ ആരൊക്കെ വർത്താനം പറഞ്ഞു അത് പോയി എടുക്കുന്നു. ഒരാളെയും മാറ്റി നിർത്തിയില്ല. ഇങ്ങനെ നിർത്തിയിട്ട് ചിരിക്കുക അങ്ങോട്ടാക്കുക, അതൊന്നും പ്രൊഫഷണൽ ക്യാമറയല്ല. ഇപ്പോ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ആ സാധനത്തെ അങ്ങനെ ഒപ്പിയെടുക്കില്ല. ക്യാമറക്കാരുള്ളത് തന്നെ അവിടെ ആരും അറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ വേണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ. അല്ലാതെ ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഹഗ് ചെയ്യ് ഇങ്ങനാക്ക അങ്ങനാക്കി എന്ന് പറഞ്ഞത് വിശ്വാസിക്ക് ചേർന്നതല്ല, ചിലപ്പോൾ ജനറലായിട്ട് ചേർന്നതായിരിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. മതപരമായ ആചാരമാണ്. ആ കുട്ടിയുടെ കവിളത്തെപ്പത്തൊടണമെന്ന് നമ്മൾ തീരുമാനിക്കും. ക്യാമറക്കാരൻ പറഞ്ഞിട്ടല്ല തീരുമാനിക്കുക. എല്ലാ ക്യാമറക്കാരോടും നമ്മൾ ക്ഷമ ചോദിക്കും. ഞാൻ എന്റെ വിശ്വാസം പറഞ്ഞ് മുന്നോട്ട് പോകും. കാരണം അതൊരു പവിത്രമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ നാളെ ഒരു പ്രസംഗം വെച്ചിട്ട് കരഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്ക് കരച്ചിൽ വന്നത് ഒറ്റ കാര്യമാണ്. അവിടുത്തെ ഖബറ് കുഴിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പോഴാണ്. കാരണം ഞാൻ അവരെങ്ങനെ നോക്കി, നമ്മളെ അവസാനം തൊടുന്ന ആളാണ്. ഇവര് ചിന്ത വേണ്ടേ നമുക്ക്. മറിയക്കുട്ടി താത്തയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ നാട്ടിലൊരു പാവം ഉമ്മാമയാണ്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് കുറെ സഹായങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാൻ പോകും. ആമനിക്കുട്ടി താത്ത, മറിയക്കുട്ടി താത്ത, ആമനിക്കുട്ടി താത്ത പറയലുണ്ട്, മോനെ നീ എന്റെ കയ്യിലേക്കാണ് ആദ്യമായിട്ട് വീണത്. എന്റെ പ്രസവം എടുത്ത സ്ത്രീയാണ് അവര്. അപ്പൊ എന്നെ തൊട്ടത് എന്റെ ഉമ്മയേക്കാൾ ആദ്യം ആമിനത്താത്തയാണ്. ആമിനത്താത്ത അങ്ങനെ തന്നെ കാണണം. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു കിളവിയായ ഒരു സ്ത്രീ കടന്നു വരുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ആദരിക്കുന്നത് കണ്ടു. ഖദീജ ബിവി ചോദിക്കാണ് ഇതാരാണ് എന്ന്. അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മ. അപ്പൊ എന്താ കഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായി. 6-ാമത്തെ വയസ്സിൽ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. മാതാവും കൂടി പോയപ്പോ ഖബർഗേഹത്ത് ആളുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടും അങ്ങട്ടെന്നെ ഓടുന്ന 6 വയസ്സുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും വലിക്കാണ്. അതൊരു സ്ത്രീയായിരുന്നു, ഉമ്മയുടെ കൂട്ടുകാരിയായ ഒരു സ്ത്രീ. ആ സ്ത്രീ വലിക്കും, ശ്വാസം അങ്ങട്ടെന്നെ പോകും. ഒരുപാട് ആളില്ലാതെ പിന്നെ ആ സ്ത്രീയുടെ കയ്യും പിടിച്ചോണ്ടാ പോന്നത്. അവര് വന്നിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നു. മൂത്താപ്പയുടെ അരികില് പിന്നങ്ങനെ വളരുന്നു, പിന്നങ്ങനെ വളർന്നു വരുന്നു. കാലങ്ങൾക്ക് ശേഷം ഈ പാവം സ്ത്രീ തന്റെ വീട്ടിലേക്ക് വരുമ്പോ അന്ന് ശ്വാസമൊക്കെ 35-40 വയസ്സ്, അല്ലെങ്കിൽ അതിനോടടുത്ത വയസ്സാണ്. ആ സമയത്ത് പോലും എഴുന്നേറ്റ് ആദരിക്കുമ്പോ സഹധർമ്മിണി ചോദിക്കുകയാണ് ഇതാരാണ് എന്ന്. അപ്പോഴാ പറഞ്ഞത് ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ കൂട്ടുകാരികളോട് പോലും നമുക്ക് വല്ലാത്ത സ്നേഹമാണ്. കാരണം അത് ഉമ്മയോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം പവിത്രമാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരോടുള്ള ടച്ചിങ്, അവരോടുള്ള സംസാരം എല്ലാം പവിത്രമാണ്. തമാശകൾ വേണം. വാപ്പയെ പിടിച്ച് തള്ളാനുള്ള, അഥവാ കുളം കാണുമ്പോ, സ്വിമ്മിംഗ് പൂള് കാണുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാത്രമുള്ളെങ്കിൽ നമ്മളെ പിടിച്ചുന്താനുള്ള, എന്റെ മക്കൾ എന്നെ പിടിച്ച് തള്ളാറുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാരും കൂടി വന്നിട്ട് ഉഷാറായിട്ട് വാപ്പേ എന്ന് പറയുന്നത് തള്ളു. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കണം ഒരു പിതാവ്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കരുത്തനായി നിൽക്കരുത്. പക്ഷേ എല്ലാം പവിത്രമാണ്. യാത്ര പറയുമ്പോ നമ്മുടെ കുട്ടിയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കൽ പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കിതാബുകളിൽ കാണുന്ന 148 യാത്ര നടത്തി. അതിൽ മുഴുവൻ യാത്രകളിലും ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹയോടായിരുന്നു അവസാനമായി യാത്ര പറഞ്ഞിരുന്നത്. യാത്ര കഴിഞ്ഞാൽ മസ്ജിദിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആദ്യം കാണാൻ പോയിരുന്നത് തന്റെ മകളെ തന്നെയാണ്. മകളുടെ നെറ്റിയിൽ ചുംബനം കൊടുത്തുകൊണ്ട് യാത്ര പോകുന്ന ഒരു പിതാവിനെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന കുട്ടിയാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളോടുള്ള ബന്ധം, നമ്മുടെ ഭാര്യയോടുള്ള, നമുക്ക് പവിത്രമാണ്. ലോകം ഇന്നത് ക്ലീശയായി ആഘോഷിക്കുന്നു എന്ന് വെക്കാൻ നമുക്ക്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ചുരുക്കുന്നു, ആദ്യം വിശ്വാസപരമായ കാര്യത്തിലൂടെ മുന്നോട്ട് പോവുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ സജ്ജമാക്കുക. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ജീവിത ഗന്ധമാണ്. ഇന്നാളുകൾ പല ഭാഗത്തുനിന്നും ഇതിനെങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകം എന്ന് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ലോക പ്രശസ്തരായ ആളുകളുടെ പ്രഭാഷണമുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. മുസ്ലിമീങ്ങളല്ലാത്തവരുടെയും പ്രഭാഷണമുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. ഇസ്ലാമാണ് ഇന്നത് ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത്. വേറുള്ള മതങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആരെയും ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് നിഷ്കർഷിക്കുന്നത് അവരാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു.
ഒരു പള്ളിയിലച്ഛന്റെ ഒരു നല്ലൊരു സ്റ്റോക്ക് ഉണ്ട്, ഉന്നതമായ ഒരു പള്ളിയിലച്ഛന്റെ. പാലക്കാട് നിന്നും യാത്ര ചെയ്തിട്ട് കാസർഗോഡിലെ എല്ലാ വൃദ്ധസദനത്തിലും ഞാൻ പോയി. ഒരൊറ്റ വൃദ്ധസദനത്തിലും ഒരു മുസ്ലിം സ്ത്രീയെ പോലും ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം സംസാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെ കണ്ണുനീർ അഗ്നിയാണ്, എവിടെയാണ് ഉറ്റി വീഴുന്നത് അവിടെ കത്തിച്ചാമ്പലാകുമെന്ന്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും മാതാപിതാക്കൾ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ ഏറ്റവും മുഖ്യധാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. നീ നിന്റെ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുപോകുമ്പോ നിന്റെ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അന്ന് ഏതാ കാലം എന്നറിയോ? പെൺകുട്ടിയാണെങ്കിൽ കൊന്നു കുഴിച്ചു മൂടുന്ന കാപാലികരുടെ നാട്ടിൽ വെച്ചിട്ടാണ്, ആ മനുഷ്യക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് പെൺകുട്ടിയെ നീ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത്. ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. പെണ്ണുങ്ങൾക്ക് ആദ്യമായി സ്വത്താവകാശം കൊടുത്തത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, ലോക ചരിത്രത്തിൽ ആദ്യമായി പെണ്ണുങ്ങൾക്ക് ഇത്രയും കൊടുക്കണമെന്ന് പറഞ്ഞത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ഈസ് ഇറ്റ് ട്രൂ? ആരോടാ ചോദിക്കുന്ന? അലക്സാണ്ടർ ജേക്കബിനോട്, നമ്മുടെ മുൻ DGPയോട് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ? അപ്പൊ അദ്ദേഹം തിരിച്ച് പത്രക്കാരനോട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂല്, നിങ്ങൾ പറഞ്ഞതാ ഇതിനു മുമ്പ് ചരിത്രത്തിൽ ആരെങ്കിലും അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇത്ര സ്വത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സംരക്ഷകനായി, കുട്ടികളുടെ സംരക്ഷകനായി മക്കളെ ഉമ്മ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് അനാഥ കുട്ടികൾ ഉണ്ടാകരുത്. അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ കൊണ്ടുപോകുന്ന സമയത്ത് വേഗത്തിൽ കൊണ്ടുപോയപ്പോ പതുക്കെ കൊണ്ടുപോ, അതിനെ നീ ക്രൂരമാക്കല്ലേ എന്ന് ആ ഒട്ടകത്തിന് വേണ്ടിയിട്ട് പോലും ഈ മനുഷ്യനോട് പറഞ്ഞു, പതുക്കെ കൊണ്ടുപോ, ഒട്ടകത്തോടും ഇത്ര വേഗത കാണിക്കരുത്. പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സമയത്ത് കയ്യിൽ കൊടുത്തു സമ്മാനമായി രസകരമായി കാണാൻ കഴിവ് നല്ല ചന്തമുള്ള പക്ഷിക്കുഞ്ഞുങ്ങളെ ഉസ്താദ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അതിന്റെ തള്ളക്ക് ഇതിനെ തിരിച്ചു കൊടുക്കുക എന്ന്. ഒരു പക്ഷിയെയും കൂട്ടിലിട്ടടക്കരുതെന്ന്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ലെന്ന് മഹാകവി എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിന്റെ. സ്വർണ്ണക്കൂട് കൊടുത്താലും കിളി കൂട്ടിൽ തന്നെ. സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നവർക്ക് ഞാൻ ഫത്വ പറയല്ല. പക്ഷിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പോലും കഴിയില്ല, ഞാൻ വളർത്താറില്ല. കാരണം കൂട്ടിലിട്ടിട്ടല്ല ഇവരെ വളർത്തേണ്ടത്. അവർക്ക് വിഹായസുകളുണ്ട്, പറക്കാൻ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്താണ് നമ്മളെല്ലാരും കൂടി കൂട്ടിലിട്ടാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ ലവ് ബേർഡ്സ് അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഞാനൊരിക്കൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കുറേ പക്ഷികളെ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തും കൂടി ഒരു അണ്ണന്റെ അടുത്തുനിന്ന് ഫുള്ള് തിണ്ട് വാങ്ങി, കൊട്ടകൾ ഒരുപാട് പക്ഷികളുണ്ട്. എന്നിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അവർക്കത് വിടാനേ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വിടുന്ന് പറഞ്ഞു. ഓരോരുത്തരെ കൊണ്ട്, എൻ്റെ 2 മക്കളുണ്ട് അതിൽ, അന്ന് ഒരു ചെറിയ മക്കളാ, അവരിങ്ങനെ വിടാൻ തുടങ്ങി. പക്ഷി അങ്ങനെ പറന്നുപോയി. കൂട്ടിലകപ്പെട്ട പക്ഷിയെ സ്വതന്ത്രമാക്കൽ പോലും നന്മയുള്ളതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കുതിരയോടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് നീ നിന്റെ കുതിരയുടെ കുളമ്പടിപ്പാടുകൾ കണ്ടിട്ട് അത് തട്ടിയിട്ട് പോലും ഒരു ചേരട്ട പോലും അല്ലെങ്കിൽ ഒരു വസ്തു പോലും ചാകാതിരിക്കട്ടെ എന്ന് പറയണം മനസ്സിലെന്നാണ്. അത്രമാത്രം നല്ല മനസ്സ് നമുക്കുണ്ടാകണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കാർ ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ, കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന വേണം, പഠിച്ചോനെ എന്റെ കാറിന്റെ ടയർ തട്ടിയിട്ട് ഒരു ജന്തു പോലും ചാകാതിരിക്കട്ടെ എന്ന്, ഒരു ഇഴജന്തു പോലും ചാകാതിരിക്കട്ടെ എന്ന്. ഇതിനെയാണ് തസവുഫിന്റെ മനസ്സ്, ഇഹ്സാന്റെ മനസ്സ് എന്നൊക്കെ പറയാം. ഈ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ മഹല്ല് ഞാൻ അവസാനിപ്പിക്കുന്നു, സമയമായതുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ. ആദ്യമായിട്ട് നമ്മൾ അല്ലാഹുവിലേക്കുള്ള തഖ്വയാണ്. എന്റെ അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന്, അവനാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിലും വരാനിരിക്കുന്ന കാലത്തിലും കഴിഞ്ഞു പോയ കാലത്തിന്റെയും തുടക്കക്കാരനും ഒടുക്കക്കാരനുമെന്ന് നമ്മൾ പഠിക്കണം. ലാഹൂത്ത് ജബറൂത്ത് മലക്കൂത്ത് അലമൂത്ത് ആലമുൽ അംറ ആലമുൽ മിസാൽ മലഉൽ അഅല സബ്അ സമാവാത്തിനെയും വേണ്ടി സമ്മാനമാടുന്നവനാണ് അവനെന്ന് നമ്മൾ പഠിക്കണം. വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനി, വലത്തെ കൈയിലിട്ട് ആകാശങ്ങളെ മുഴുവനും ഞാൻ പിടച്ചു കുടയുമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. എല്ലാ മനുഷ്യരും ജിന്നുകളും മലക്കുകളും മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പേടിയോടുകൂടി നിൽക്കുമ്പോ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ആരുണ്ട്? നിങ്ങൾ പറ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഏകനായ ഖഹാറായ അല്ലാഹു അല്ലാതെ ലിമനിൽ
മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനാരുണ്ട്? ഒരു ജിന്നും ഇന്നതല്ല, ഒരു മലക്കും ഇന്നതല്ല, ഒരു മനുഷ്യനും ഇന്നതല്ല. നിങ്ങളെല്ലാവരും എന്റെ സൃഷ്ടികളാണ്. സർവാധിപതി, സമഗ്രാധിപതി, സർവദീശത്വത്തിന്റെയും ഉടമസ്ഥൻ, ഏകഛത്രാധിപതി, അവനാണ് സമഗ്രാധിപതി, അവനാണ് സർവാധിപതി, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിലേക്കാണ് നമ്മുടെ യാത്ര. അതായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം. ആ വഴി ഒന്നേ ഉള്ളൂ. ഒരുപാട് വഴികൾ നമുക്കറിയില്ല, ഒരൊറ്റ വഴിയേ നമുക്കുള്ളൂ. ആ വഴിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴികളെ പഠിക്കുന്നതിന്റെ പേരാണ് തഅലീമാത്ത്, അഥവാ നല്ല ഉഷാറായിട്ട് ദീന് പഠിക്കുക, മറ്റു കാര്യങ്ങളും പഠിക്കുക എന്നത്. അതിന്റെ ഭാഗമാണ് ഖിദ്മത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഖിദ്മത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. പരസ്പരം അസൂയയില്ലാതെ, കുശുമ്പില്ലാതെ, കുനിഷ്ടില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളില്ലാതെ. നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം, പക്ഷെ ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും കീറിമുറിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. തെരഞ്ഞെടുപ്പാ വരുന്നത്. അപ്പുറത്ത് മാർക്സിസ്റ്റുകാരുണ്ടാകും, ഇപ്പുറത്ത് ലീഗുകാരുണ്ടാകും, അപ്പുറത്ത് കോൺഗ്രസ്സുകാരുണ്ടാകും, ഇപ്പുറത്ത് BJP-ക്കാരുണ്ടാകും. ദയവ് ചെയ്തിട്ട് പച്ചയായി പിച്ച് ചിന്തല്ലേ. മനുഷ്യരെ നിങ്ങൾ വെറുപ്പിച്ച് സംസാരിക്കരുത്. ഐഡിയോളജിക്കലി നിങ്ങൾ സംസാരിച്ചോളൂ. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കട്ടെ, അല്ലാതെ ഒരിക്കലും ഉണ്ടാകരുത്. ചിലപ്പോ റമദാൻ വരുമ്പോ, തെരഞ്ഞെടുപ്പിന്റെ കൊടുമ്പിരി നാദങ്ങൾ ഉയരുമ്പോ, നമ്മുടെ റമദാനിനെ ആകാശത്തിൽ നിന്നും ചുരുട്ടിയെറിയുന്ന റമദാനാക്കി മാറ്റരുത്. ആവേശമുണ്ടാകട്ടെ തെരഞ്ഞെടുപ്പില്, അതിന്റെ പിന്നാലെ പൊയ്ക്കോളി നിങ്ങൾ. പക്ഷേ ആ സമയത്തൊക്കെയും പ്രതിപക്ഷ സ്നേഹം എന്ന് പറയുന്നത് പോലും പാലിച്ചുകൊണ്ട് ആരെയും വ്യക്തിപരമായി ഹത്യ ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. നമുക്ക് രാഷ്ട്രീയമുണ്ടോ? ഐഡിയോളജിക്കലി സംസാരിക്കാം. പച്ചത്തെറി വിളിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് മര്യാദയോടുകൂടി നമ്മൾ പോകണമെന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികളുണ്ടോ? ആ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പോകുമ്പോ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. പല ആളുകളും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആദ്യം നിങ്ങൾക്കൊരു സിഗരറ്റ് തരും, അല്ലെങ്കിൽ ഒരു ബീഡി തരും, അല്ലെങ്കിൽ വേറൊരു മിഠായി തരും. ഇതിലൊന്നും കുടുങ്ങരുതേ എന്റെ മക്കളെ. അവസാനം നിങ്ങൾ എത്തുന്നത്, ആ മിഠായിലൂടെ എത്തുന്നത് മിഠായിൽ മാത്രമല്ല, അതിന്റെ മുകളിലേക്ക് MDMA ആയി, LSD ആയി, അതിന്റെ മുകളിലേക്ക് പിന്നെയും കൊക്കൈനായി, ഹഷീഷായി, അതിന്റെ മുകളിലേക്ക് പെത്തഡിനായി, അങ്ങനെ കേറി പോയി സ്വന്തം മാതാവിന് നേരെ കഠാര കൊണ്ട് ആഞ്ഞു കുത്തുന്ന കാപാലികനായി നമ്മൾ മാറാതിരിക്കാൻ ആര് തരുന്ന പുകയും നമ്മൾ വലിക്കരുത്, ആര് തരുന്ന മിഠായിയും നമ്മൾ കഴിക്കരുത്. മിഠായി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സാധനമാണെങ്കിൽ നിങ്ങൾ വാങ്ങുകയോ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, പക്ഷെ മിഠായി പോലും ഏതാണെന്ന് നോക്കണം. പെൺകുട്ടികളെ, നിങ്ങളോട് നിങ്ങളുടെ ഐബ്രോ പെൻസിൽ പോലും വകം മാറ്റി വരുന്ന ഒരു കാലത്താണ്. നിങ്ങളുടെ കണ്ണിലെ കുത്തിക്കാനുള്ള തുള്ളി മരുന്ന് പോലും വകമാറി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കവിളുകളെ സുന്ദരമാക്കാൻ വേണ്ടി നിങ്ങൾ തേക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള പാക്കപ്പുകൾ ഉണ്ടല്ലോ, ആ പാക്കുകളെല്ലാം കിഡ്നി രോഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പഠനം. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ കോഴിക്കോടുള്ള ആസ്റ്റർ മിംസിൽ 8 പെൺകുട്ടികൾക്കാണ് കിഡ്നി പെട്ടെന്ന് നഷ്ടമായത്. അഥവാ 17, 18, 20 വയസ്സുള്ള പെൺകുട്ടികൾക്ക്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതം. കാരണം ഇവർക്ക് 8 പേർക്ക് എന്ത് ഇങ്ങനൊരു അസുഖം വരാൻ? ഡീപ്പായ റിസർച്ച് നടത്തിയപ്പോ മുഖത്ത് തേച്ചിട്ടുള്ള അവരുടെ പാക്കുകളാണ് ഇതിന്റെ കാരണമെന്നാണ് ഡോക്ടേഴ്സ് കണ്ടെത്തിയത്. അഥവാ സൗന്ദര്യവർദ്ധക വസ്തുക്കളാക്കിയിട്ട് അവസാനം ഇതിന്റെ നീറ്റലും പുകച്ചിലും ഇതിന്റെ കെമിക്കൽസും അത് കിഡ്നി അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന കിഡ്നിയെ കുറിച്ചിട്ടാണ് ആസ്റ്റർ മിംസ് പഠനം നടത്തിയതും പത്രത്തിലേക്ക് വന്നതും. അതുകൊണ്ട് ഇല്ലാത്ത സൗന്ദര്യത്തിന് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മുടെ ജീവിതം തകർക്കരുത്. ഇല്ലാത്ത സന്തോഷത്തിന് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഒരിക്കലും ദയവ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും മിഠായികൾ ഉപയോഗിക്കരുത്. ഇല്ലാത്ത ജീവിതത്തിന്റെ സന്തോഷത്തിന് ആരെങ്കിലും തരുമെന്ന് വിചാരിച്ച് ഹായ് മെസ്സേജുകൾ വിട്ടിട്ട് അവരെ കൊടുക്കാൻ നിൽക്കരുത്. അവര് നമ്മളെയും കൊടുക്കാൻ നിൽക്കരുത്. ഹായ് മെസ്സേജുകളിൽ നിന്ന് തുടങ്ങി പിന്നെ അത് വേറെ വ്യതിചാരങ്ങളിലേക്ക് പോകും. അവസാനം എന്താ സംഭവിക്കാന്നറിയോ? സ്വന്തം മാതാവിന് നേരെ ചൂണ്ടിക്കൊണ്ട് എനിക്ക് ഈ തള്ളയെ വേണ്ട എന്ന് കോടതിയുടെ വരാന്തയിൽ വെച്ച് പോലും പറയുന്ന മഹാപെൺകുട്ടിയായി, മോശക്കാരിയായ പെൺകുട്ടിയായി നമ്മൾ മാറും. ഇടനെഞ്ചു പൊട്ടിക്കൊന്നെന്ന് ഉമ്മ കോടതിയുടെ വരാന്തയിൽ വീഴും. മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാലിൽ വന്നിട്ട് കരയും. പർദ്ദയിട്ട ആ പാവം സ്ത്രീയെ പോലും നിങ്ങൾ കാലുകൊണ്ട് തട്ടും. പക്ഷേ 2 വർഷം, മാക്സിമം 3 വർഷം അതിന്റെ ഇടയിൽ നിങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. കാരണം അതൊരു ആൽക്കമിയാണ്, ഇതൊരു കെമിസ്ട്രിയാണ്. ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുക, എന്നിട്ട് അവിടെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ അബദ്ധത്തിലായി പോയല്ലോ എന്ന ചിന്തയുണ്ടാവുക. ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ. ഇതൊക്കെ ഡെയിലി കാണുന്ന ഒരാൾ, അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സാറേ, ഞാൻ അങ്ങനെ അബദ്ധത്തിൽ ചാടിപ്പോയി, ഇപ്പതാ എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാർ, പക്ഷെ എന്റെ ഉപ്പ പറയുന്നു ഞാൻ
ഞാൻ ഉപ്പാന്റെ മോളല്ലാന്ന്, എന്റെ ഉമ്മ പറയുന്നു ഞാൻ ഉമ്മാന്റെ മോളല്ലാന്ന്. അപ്പൊ ചിലപ്പോ പറയും എന്റെ 2 ചെറിയ മക്കള് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉമ്മയില്ലെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് അവസാനം അവര് കേൾക്കുന്നില്ലെന്ന് കാണുമ്പോ ആരോരും അറിയാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് കുതിച്ചു ചാടേണ്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പെൺകുട്ടികളുടെ ജീവിതം അതപ്പതിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഈ മഹല്ലിലെ പെൺകുട്ടികളോട്, ഇവിടുത്തെ സ്ത്രീകളോട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, ദയവ് ചെയ്ത് അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന ലോകത്തിലേക്ക് കടന്നു പോകല്ലേ. നമുക്കറിയാം എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോ നിങ്ങൾ പറയുന്നത് ഇവിടെ എന്നല്ലേ, അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ പല രാജ്യങ്ങളിലും പോകുമ്പോ ആ രാജ്യത്തൊക്കെ 100 കൊല്ലം മുമ്പ് ഇങ്ങനെ നടന്നതാണ്, അവിടെ ഇതേപോലെ തന്നെ നടന്നതാണ്, അങ്ങനെ കാമുകന്മാരുണ്ടായതാണ്. നമ്മളൊക്കെ യൂറോപ്പിൽ പോകുമ്പോ ചില പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കല്യാണത്തിലോ അല്ലെങ്കിൽ അവരുടെ സൽക്കാരങ്ങളിലോ സുഹൃത്തുക്കൾ കൊണ്ടുപോകുമ്പോ ചിലപ്പോൾ ജെന്റിൽമാൻമാരായ ആൾക്കാരെ പരിചയപ്പെടുത്തും, എന്നിട്ട് അവരുടെ മക്കളെ പരിചയപ്പെടുത്തും. ഇതെന്റെ ഫസ്റ്റ് ലെവറിലുള്ള മോനാണ്, ഇതെന്റെ സെക്കൻഡ് ലെവറിലുള്ള മോനാണ്, ഇതെന്റെ വൈഫിലുള്ള മോനാണ്, എന്നാൽ ഇതെന്റെ ആദ്യ കാമുകിയിലെ മോന്, ഇത് 2ാമത്തെ കാമുകിയിലെ മോന്, ഇത് 3ാമത്തെ എന്റെ ഭാര്യയിലുള്ള മോന് എന്ന് പറയുന്ന അധപ്പതനത്തിന്റെ വേർഡ്, ആ വാക്കുകൾ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിപ്പിക്കല്ലേ. കാരണം നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലൂടെ നമ്മൾ പോകണം. നമ്മുടെ സംസ്കാരം ഏതാണ്? നമ്മുടെ സംസ്കാരം ഏതാണ്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രണയത്തിൽ അമരുന്ന, അടിപൊളിയായി ജീവിക്കുന്ന, നമ്മുടെ മക്കളെ നല്ല രസകരമായി വളർത്തുന്ന, എപ്പോഴും സന്തോഷകരമായി ജീവിക്കുകയും സന്തോഷകരമായി മരിക്കുകയും ചെയ്യുന്ന. ഇന്ന് നിങ്ങൾ യൂറോപ്പിൽ ജസ്റ്റ് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഹൗ മെനി മസ്ജിദ് ഇൻ യൂറോപ്പ് അല്ലെങ്കിൽ ഹൗ മനി മസ്ജിദ് ഇൻ പിന്നെ ജർമ്മനി, നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. ഗൂഗിൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. Around 3000 masjids or 3000 mosques അല്ലെങ്കിൽ 2700-2800 പള്ളികൾ ഇന്നിതാ ഈ പറയുന്ന ജർമ്മനിയിലുണ്ട്. ഞാൻ ആ ജർമ്മനിയിൽ പോയിട്ടുണ്ട്, അവിടുത്തെ മസ്ജിദിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രാൻസിൽ അടിച്ചു നോക്ക്, 5000-ഓളം പള്ളികൾ അവിടെ കാണാം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയാണ്. UK-യിൽ മാത്രം 600-ഓളം പള്ളികൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻ സമൂഹം വിട്ടുകൊടുത്തത് നമുക്ക് കാണാം. പലതും വാങ്ങിയതും കൊടുത്തതുമൊക്കെയായി ലോകം പല രാജ്യങ്ങളും ദീനിലേക്ക് മൊത്തത്തിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോ, യഥാർത്ഥമായ ദീനെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ ചില ആൾക്കാർ വഴികെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക, നമ്മുടെ മക്കളെ കരുതലോടെ വളർത്തുക. ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, വിമർശിക്കാൻ നിൽക്കണ്ട. അവരവരുടേതായ ലോകത്തിൽ ജീവിക്കട്ടെ. ഐഡിയോളജിക്കലി നമുക്ക് അവരോട് സംസാരിക്കാം എന്നതല്ലാതെ ഒരു മനുഷ്യനെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. നമുക്ക് പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, 700 കോടി ജനങ്ങളും ഈ ലോകത്തിലുണ്ടെങ്കിൽ 700 കോടി ജനങ്ങളെയും അല്ലാഹുവേ നീ നേർമാർഗത്തിലാക്കണമേ എന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇഹ്ദിനാ വഹ്ദിബിനാ വഹ്ദിന്നാസ ജമീഅ റബ്ബന എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇഹ്ദിനാ വഹ്ദിബിനാ വഹ്ദിന്നാസ ജമീഅ, എനിക്ക് നീ ഹിദായത്ത്, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ, മൊത്തം മാനവരാശിക്ക് നീ നേർമാർഗം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി നമ്മൾ മാറണം. സംഘടനാപരമായ സങ്കുചിതത്വം ഉണ്ടാകരുത്. ആ സംഘടന, ഈ സംഘടന, പരസ്പര വിദ്വേഷങ്ങൾ, തീരുമാനം അല്ലാഹുവിലേക്ക് വിട്. ആരൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരു ഹദീസാണ്. ഹദീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുഖാരിയിലെ ഹദീസാണ്. ആ ബുഖാരിയിലെ ഹദീസിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ മർഅത്തുൻ സാലിഹ, വിശുദ്ധമാക്കപ്പെട്ട ഒരു പെണ്ണ് നരകത്തിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥയും, ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ, അതിനെ കെട്ടിയിട്ടതിന്റെ പേരിൽ, അങ്ങനെ അത് ചത്തുപോയതിന്റെ പേരിൽ, വെള്ളം കുടിപ്പിക്കാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് പോയ ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെയും, ഒരു നായ വിശന്ന് വന്നപ്പോ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോ ഒരു വ്യഭിചാരിണിയായ പെണ്ണ്, ആ പെണ്ണൊരു ഗ്ലാസ് വെള്ളം എടുത്തെടുത്തു, ഗ്ലാസ്സിൽ അല്ലെങ്കിൽ അതിന്റെ ഷൂവിൽ, രണ്ടും വരുന്നുണ്ട്, അതിലെടുത്ത് കൊടുത്തതിന്റെ പേരിൽ, ആ നായ ദാഹം മാറ്റിയതിന്റെ പേരിൽ അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് വരുന്നത് ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന വാർവല കിതാബുകളിലല്ല, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം വിശ്വസിക്കുന്ന സഹീഹ് ബുഖാരി. അതുകൊണ്ട് ആരെപ്പറ്റിയും നമ്മൾ വിധി എഴുതണ്ട, അത് അല്ലാഹുവിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇമാമുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദയവ് ചെയ്തിട്ട് ഒരാളെ പറ്റിയും വിലയിരുത്തല്ലേ. കാരണം വിലയിരുത്തൽ അല്ലാഹുവിന്റെ the day of judgment, the day of
റിസറക്ഷൻ, ആ ദിവസത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. അത് അള്ളാഹുവിന്റെ ജോലിയാണ്. അല്ലാതെ ആലിമിങ്ങനെ ഇയാലിമിങ്ങനെ എന്തിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ ഈ ക്യാമറയിലൂടെ ഉച്ചസ്ഥരം വിളിച്ചു പറയട്ടെ, ഞാനൊരു സംഘടനയിലുമില്ല, ഞാനൊരു സംഘടനയിൽ നേതാവുമല്ല, ഞാനൊരു പൊളിറ്റിക്സിലും ഇന്നേ വരെ ഒരു രാഷ്ട്രീയത്തിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, അതിന്റെ ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. എന്നെങ്കിലും അല്ലാഹു മാശറയിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കുമ്പോ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓരോ സംഘടനക്കാരും അതിനനുസരിച്ച് പോയിക്കോ, അതിലൊന്നും നമുക്ക് വിരോധമില്ല. അവരവരുടെ ഉലമാക്കൾ പറയുന്നത് കേൾക്കുക, അതേ അനുസരിച്ച് പോവുക. സമസ്തയാണെങ്കിൽ സമസ്തയിലൂടെ പോവുക. ഞാൻ എല്ലാറ്റിനെയും സകല ഗുലാബിയാക്കിയിട്ട് പറയല്ല. പക്ഷെ ദയവ് ചെയ്തിട്ട് ലോകത്തിലെ ഒരാളെ വിമർശിക്കാതിരിക്കുക. വിമർശിക്കാൻ തന്നെ ഐഡിയോളജിക്കലി വിമർശിക്കാം, അതല്ലാതെ നമ്മൾ ഇങ്ങനെ പിച്ച് ചീന്തി വലിച്ചു കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട്, മഹല്ലിലെ ഉലമാക്കളോട്, മഹല്ലിലെ ഉമറാക്കളോട് പരസ്പരമുള്ള തല്ലിൽ ഇന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ, ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾക്കിടയിലാണ് നമ്മുടെ ജീവിതം. അവര് പറയുന്നത് പരസ്പരം ഉലമാക്കൾ തല്ലുമ്പോ, പരസ്പരം സംഘടനക്കാർ തല്ലുമ്പോ ഞങ്ങൾ എവിടെ പോകണം സാർ? നിങ്ങൾ എന്ന് പറയുന്ന പുതിയ സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അടിപിടികൾ ഒഴിവാക്കി സുന്ദരമായി പോകാൻ നമുക്ക് പറ്റണം. അതിമനോഹരമായി നമ്മുടെ മക്കളെ വളർത്താൻ പറ്റണം. മദ്രസ പഠനം, സ്കൂൾ പഠനം, ക്യാമ്പസ് പഠനം, സുന്ദരമായ പഠനം, അതിനനുസരിച്ച് അവന്റെ വ്യക്തിത്വം, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം. മക്കൾ വരുമ്പോ സ്വീകരിക്കുന്ന ഉമ്മയെ, മക്കൾക്ക് മുത്തം കൊടുക്കുന്ന ഉമ്മയെ, വികലമല്ലാത്ത ഉമ്മയെ, ഹായ് മെസ്സേജുകൾ മറ്റുള്ളവർക്ക് അയക്കാത്ത, ഏതെങ്കിലും രീതിയിൽ വികലമായ ഭാഷയിൽ സംസാരിക്കാത്ത ഉമ്മയെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇന്നും ഒരു കുട്ടിയുടേത് കണ്ടു, ലോകത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആകർഷിച്ച സ്ത്രീ ഏതാണ്? മനുഷ്യകുലത്തിൽ ഏറ്റവും ആകർഷിച്ച സ്ത്രീ എന്ന് ഒരു പാവം കുട്ടിയോട് ചോദിക്കുമ്പോ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് മദർ തെരേസയുടെ പേര് പറയാനാണ്. അദ്ദേഹം അതിലേക്കാ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ പിഞ്ചു കുട്ടി പറഞ്ഞത് ആകെ 5 വയസ്സേ ഉള്ളൂ, എന്റെ ഉമ്മ, എന്റെ ഉമ്മ എന്നാണ്. ആ ഉമ്മയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്റെ ഉമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാക്കുകൾ മാറ്റിക്കരുത് നമ്മൾ. ഉമ്മയെ തെറി വിളിക്കുന്ന മക്കളാക്കി മാറ്റരുത് നമ്മൾ. മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. അവരെ നിസ്കാരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ഏറ്റവും നല്ല വഴിയുടേതാക്കണം. ആരെങ്കിലും അസൂയാലുക്കളുണ്ടോ? ആരെങ്കിലും പരസ്പരം തർക്കിക്കുന്നവരുണ്ടോ? അവർക്ക് APJ പറഞ്ഞ കഥ പോലെ നമ്മളൊന്ന് ഉയർന്ന് പറക്കണം. കാക്കക്കൂട്ടം വന്നിട്ട് വീണ്ടും കൊത്താൻ തുടങ്ങും പരുന്തിനെ. പരുന്തൊന്നും കൂടി മുകളിലേക്ക് പറക്കണം. കാക്കയോട് തല്ലുകൂടാൻ നിൽക്കരുത്. കാരണം കാക്കക്കൂട്ടങ്ങൾ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തി വലിക്കും. കാക്കകൾ പിന്നെയും വരും. അപ്പൊ വീണ്ടും ഉയർന്ന് പറക്കണം. പിന്നെയും ഉയർന്നുയർന്ന് കാക്കകൾക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ പരുന്തായി നമ്മൾ ഉയരണം. തർക്കങ്ങളില്ലാത്ത ഉന്നതമായ ലോകത്തിലേക്ക് നമ്മൾ ഉയരണം. എന്നിട്ട് നമുക്ക് നോക്കാം കാക്കക്കൂട്ടങ്ങളെ. അല്ലാതെ കാക്കക്കൂട്ടത്തോട് ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും വിരോധികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉയർന്നേ പറക്കണം. ലൈക്ക് ഈഗിൾ, ഒരു പരുന്തിനെ പോലെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.